ജപ്പാനിൽ നിങ്ങൾ സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് ചില നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ ജയിലിൽ കിടക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ അത് സത്യമാണ്. ജപ്പാനിൽ സൈക്കിൾ എന്ന് പറയുന്നത് ഒരു വാഹനമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ഒരു ലൈറ്റ് വെയ്റ്റ് വാഹനത്തിൽ പെടുന്ന ഒരു വാഹനമായിട്ടാണ് ഈ ഒരു സൈക്കിളിനെ ഇവർ കാണുന്നത്. ചെറിയ കുട്ടികൾ മുതൽ വലിയ ഓഫീസേഴ്സ് വരെ സൈക്കിൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്നത് കാണാം. അതുകൊണ്ട് തന്നെ മറ്റുള്ള വാഹനങ്ങൾ പോലെ കാറും ബൈക്കും ഒക്കെ പോലെ ഇതിനും നിയമങ്ങളും ഒരുപോലെ ബാധകമാണ്. അതായത് ട്രാഫിക് ലൈൻ ആണെങ്കിലും സ്റ്റോപ്പ് ലൈൻ ആണെങ്കിലും റോഡിൻ്റെ ഇടതുവശത്തിൽ കൂടി ണ്ടതാണെങ്കിലും എല്ലാം ശ്രദ്ധിച്ചില്ലെങ്കിൽ 8ന്റെ പണി കിട്ടും. മറ്റുള്ള വലിയ വാഹനങ്ങൾ പോലെ തന്നെ പുതിയ സൈക്കിൾ വാങ്ങുമ്പോഴും സെക്കൻഡ് ഹാൻഡ് വാങ്ങുമ്പോഴും നമ്മുടെ പേരിലേക്ക് സൈക്കിളിൻ്റെ നെയിം രജിസ്ട്രേഷൻ മാറ്റാൻ ശ്രദ്ധിക്കണം. അതായത് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമ്മുടെ പേരിലേക്ക് സൈക്കിൾ രജിസ്റ്റർ ചെയ്യണം, നമ്മുടെ പേരും ഒട്ടിക്കണം. ജപ്പാനിൽ ഞാനൊരു സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ വാങ്ങി. അപ്പോൾ ഇതിന് ഫ്രണ്ട് ലൈറ്റ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡെയ്സോയിലേക്ക് വന്നത്. ഡെയ്സോ എന്ന് പറയുന്നത് ഒരു 100 yen ഷോപ്പാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ചെറിയ ചെറിയ ആക്സസറീസ് ഒക്കെ കിട്ടും. അപ്പോൾ ഒരു മൊബൈൽ സ്റ്റാൻഡും ഒരു ചെറിയൊരു ലൈറ്റും വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മൾ രാത്രി കാലങ്ങളിൽ ഈ ലൈറ്റ് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ പോലീസ് ഫൈൻ ഇടും. അതുപോലെ തന്നെയാണ് ഹെൽമെറ്റിൻ്റെ കാര്യവും. പോലീസ് കണ്ടു കഴിഞ്ഞാൽ ഫൈൻ ഇടൂലെങ്കിലും അവരൊരു വാണിംഗ് തന്നിട്ട് പോകും. മറ്റൊരു വലിയൊരു ക്രൈം എന്ന് പറയുന്നത് നിങ്ങൾ സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു എമൗണ്ട് ഫൈൻ വരും, അല്ലെങ്കിൽ അറസ്റ്റോ നിങ്ങളെ ജയിലിൽ ഇടാൻ വരെ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ സൈക്കിളിൽ ഹെഡ്ഫോൺ യൂസ് ചെയ്യുന്നതും അംബർല യൂസ് ചെയ്യുന്നതും ഒരു സൈക്കിളിൽ 2 പേര് പോകുന്നതും ഇവിടെ ക്രൈമാണ്. അതിനും ഇവർ കണ്ടു കഴിഞ്ഞാൽ ഫൈൻ ഇടും.